ഹലോ ഓൾ, വെൽക്കം ടു പെറ്റ്ലാൻഡ് പേസ്റ്റ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് മെയ്ഡ് ബ്രേസ്ലെറ്റിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് എക്സ്ട്രാ വരുന്നത് 2 ചാംസും ഒരു മെറ്റൽ ചെയിനും ഒരു 2-3 ജെം റിങ്സുമാണ്. ചാംസും മെറ്റൽ റിങ്ങും തമ്മിലൊക്കെ ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഇലാസ്റ്റിക് കോഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ സൈസ് 0.7 ആണ്. ഇതിന് പിന്നെ ആവശ്യമായിട്ടുള്ളത് ടൂൾസാണ്. ഫ്ലാറ്റ് നോസ് പ്ലെയറും കട്ടിംഗ് പ്ലെയറും, ഇത് രണ്ടാണ് എടുത്തേക്കുന്നത്. ഇനി ഈ ഒരു ബീഡിങ് ബോർഡിലോട്ട് സൈസ് അനുസരിച്ച് ഉള്ള ഒരു ബീഡ്സ് എടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം ബീഡ്സ് അറേഞ്ച് ചെയ്ത് വെച്ചു. ഒരു 13 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സൈസാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ആ ഒരു ഇലാസ്റ്റിക് കോഡിലോട്ട് ഓരോന്നായിട്ട് കോർത്ത് കൊടുത്ത് എന്നിട്ട് ഇത് ടൈ ചെയ്തെടുക്കും. അതൊരു സിമ്പിൾ പ്രോസസ്സാണ്. പിന്നെ ഈ ഒരു ബീഡിങ് ബോർഡിലേക്ക് ഇതിങ്ങനെ ആദ്യമേ ബീഡ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കോർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പണി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബ്രേസ്ലെറ്റ് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശേഷം ഇതിപ്പോൾ ടൈ ചെയ്തെടുത്തു. അതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണിത്. ഇനി നമുക്ക് ചാംസ് മെറ്റൽ ചെയിനിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ജെം റിങ്സ് വെച്ചിട്ടാണ് അത് അറ്റാച്ച് ചെയ്യുന്നത്. അതിനെ സെക്യൂർ ആക്കാൻ വേണ്ടി ഫ്ലാറ്റ് നോസ് പ്ലെയർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സെക്യൂറായിട്ട് ഇരുന്നോളും. ഇനി ആ ഒരു ബ്രേസ്ലെറ്റിലോട്ട് ഈ ഒരു ചാംസിനെ എടുത്ത് നമുക്ക് കോർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അത് കോർത്ത് കൊടുത്ത് വീണ്ടും ആ ഒരു ഫ്ലാറ്റ് നോസ് പ്ലെയർ വെച്ച് സെക്യൂർ ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഹാങ്ങിങ്ങിൻ്റെ നീളം ഒക്കെ നമുക്ക് തന്നെ നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.